ഞാനിപ്പോൾ നിൽക്കുന്നത് സ്വിസ് കൗണ്ടി റിസോർട്ടിലാണ്. ഇന്നൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഈ ഫുഡ് റെസിപ്പി പറയുന്നത് ഇദ്ദേഹമാണ് ഭൂമി രാജ് പ്രധാൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. From Bhutan borders. भूटान बॉर्डर. आज आप क्या रेसिपी लेकर आया है? आज मैं चिकन फ्रैंकिस, ये इटली का डिश है, इटली से बिलोंग करता है ये डिश. हाँ. आज यहाँ पर जैसे नॉर्मल तरीके से कैसे बनाने का है वो यहाँ पर आपको डेमोन्स्ट्रेशन दिया जाएगा. ओके, इसके लिए क्या क्या चाहिए? इसके लिए हमको फर्स्ट ऑफ ऑल दो एग, हाँ, लाइम जूस, ग्रेप विनेगर, yes, black pepper, salt, chopped parsley, whole parsley, chopped garlic, crushed garlic, butter, cheese, some corn flour, hot water, and some oil. sunflower oil. ओके, बोनलेस चिकन है. Boneless chicken breast. भी ये जो चिकन breast है इसको हम लोग बटरफ्लाई कट करने वाले हैं. इसमें बटरफ्लाई कट मिलेगा आपको. അതായത് ഈ ചിക്കനെ ബട്ടർഫ്ലൈ പോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പുള്ളി. ബോൺലെസ് ചിക്കൻ ആണ്. इसके बाद हाँ, इसको ये क्या है? क्लीन रैप. इसको थोड़ा स्मैश करना चाहिए चिकन को. ഓ, ഇങ്ങനെ മടക്കിയെടുക്കുന്നു അല്ലേ? അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു റാപ്പ് വെച്ച് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ എന്താ ചെയ്യുന്നത്? ക്യാ കരേഗാ അഭി? इसको अभी हैमर स्टिक से थोड़ा स्मैश करना चाहिए, थोड़ा सॉफ्ट आएगा. ഓ, ഹാമർ വെച്ച് ജസ്റ്റ് അടിച്ച് തന്നെ സോഫ്റ്റ് ആക്കാൻ പോവുകയാണ്. ഓക്കെ, ഹാമർ വെച്ച് അടിച്ച് ഒരു പരുവപ്പെടുത്തിയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. കട്ട് ചെയ്ത് ഇതിനെ ഓപ്പൺ ചെയ്ത് എടുക്കുകയാണ് പുറത്ത്. फिर क्या कर रहे हैं? अब इसको थोड़ा फ्लोर में मैरिनेट करना. मैरिनेट करेगा. ओके, मैरिनेशन के लिए फर्स्ट 2 एग, थोड़ा पार्सले, चॉप्ड फ्रेश पार्सले, ओके, थोड़ा क्रश्ड पेपर, थोड़ा सा സോൾട്ട്. അപ്പോൾ ഈ മുട്ടയ്ക്കകത്ത് പാഴ്സൽ ഇട്ടിട്ടുണ്ട്, സോൾട്ട് ഇട്ടിട്ടുണ്ട്, പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്, പിന്നെ ചീസ്. ഓക്കെ, उसके बाद इसको थोड़ा अच्छे से मिक्स करना चाहिए. मिक्स കറക്റ്റ് മിക്സ് ചെയ്തെടുക്കണം അല്ലേ? यस. इसको थोड़ा टाइम ऐसे रखना चाहिए. कितना टाइम? इसको 10 to 20 minutes. 20 മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ വെച്ചേക്കണം അല്ലേ ഈ സാധനം? ഓക്കെ, अभी थोड़ा प्लेट में हाँ कॉर्नफ्लोर यूज कर रहे हैं. कॉर्नफ्लोर प्लेटलेट हाँ, इसको थोड़ा स्प्रेड करके हाँ, चिकन और चिकन आलू इടണം അല്ലേ? चिकन को स्टफ करना चाहिए. സ്റ്റഫ് करना. ഓക്കെ, അപ്പോൾ ചിക്കനെ കോൺഫ്ലവറിലോട്ട് ഇട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അല്ല, മുക്കിയെടുക്കുകയാണ്. മിക്സ് ചെയ്തില്ല, മുക്കിയെടുക്കുകയാണ്. अभी चिकन को हाँ, चिकन का तो आउटर में जितना भी है हाँ, थोड़ा अच्छे से निकाल देना चाहिए. അതായത് ചിക്കൻ്റെ പുറത്ത് ഇങ്ങനെ മാവിനെയൊക്കെ നമ്മൾ അങ്ങ് തട്ടി കളഞ്ഞു. ആ, इसके बाद ഓ, അതിൽ ഇട്ട് മുക്കിയെടുക്കും അല്ലേ? इसमें मिक्स करना चाहिए. മിക്സ് करना. ഓക്കെ, मैरिनेशन. ഓക്കെ. ട്വന്റി മിനിറ്റ്സ് ഇത് ഇങ്ങനെ തന്നെ വെച്ചേക്കണം അല്ലേ? 20 minutes on. ഓക്കെ. എന്റെ ഹിന്ദി ശരിയാവണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ കേട്ടാ. എന്നാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണമല്ലോ ഇതെന്താണ് ചെയ്തതെന്ന്. എനിക്കറിയാന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ ഞാനും പുള്ളി മാത്രമേ ഇവിടെ ഉള്ളൂ. 20 മിനിറ്റ് ഈ സാധനം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോ അഭി अभी इसको रेडी करना चाहिए, കുക്കിംഗ് करना चाहिए. അപ്പോൾ അങ്ങനെ ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാൻ. इसके बाद थोड़ा ऑयल
ഓക്കെ, അതിനുശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. थोड़ा बटर, അതിൽ കുറച്ച് ബട്ടർ കട്ട് ചെയ്ത് ഇടുകയാണ് കേട്ടോ. अभी इधर पैन में बटर ऑयल गर्म हो चुका है. इसमें हम लोग अभी जो मैरिनेट चिकन करके रखा है इसको फ्राई करेंगे मिड फ्राई. ഓക്കെ, അപ്പോൾ ബട്ടർ ഇപ്പം ഏകദേശം അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന സാധനം എടുത്ത് ചിക്കൻ എടുത്ത് ഇടുകയാണ്. चिकन फ्राई. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അല്ലേ? ബട്ടറിലാണ് ഫ്രൈ ചെയ്യുന്നത് അല്ലേ? അപ്പം ചിക്കൻ ഫ്രാങ്കീസ് ഇവിടെ കിടന്നത് ഇങ്ങനെ ബട്ടറിൽ കിടന്ന് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഒരു പുതിയൊരു ഡിഷാണ് കേട്ടോ അത്. എന്തായാലും നമുക്കിത് കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇതൊന്ന് റെഡി ആയിട്ട് വേണം കഴിക്കാൻ. अभी कितना टाइम लगेगा ये? इसको बोथ साइड 4-4 मिनट करके फ्राई करना है. 4 ബോത്ത് സൈഡ്. ഓക്കെ, അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്നാണ് പുള്ളി പറയുന്നത്. इसको पलटी करेंगे. ഓ, ഇത് കണ്ടാൽ നമ്മളെ മുട്ട പൊരിച്ചതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം പുള്ളി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഓക്കെയാ. इसको बाहर रख के इसका सॉस बनाएंगे. അപ്പോൾ ഇത് പുറത്ത് വെച്ചതിന് ശേഷം ഈ എണ്ണയിൽ തന്നെ സോസ് ഉണ്ടാക്കണമെന്നാണ് പുള്ളി പറയുന്നത്. पहले ग्रेप विनेगर. ഗ്രേപ്പ് വിനീഗറാണ് കേട്ടോ. ഹോട്ട് വാട്ടർ. थोड़ा क्रश गार्लिक, थोड़ा पार्सली. അപ്പോൾ ഇതിലേക്ക് ഇനി ഗാർലിക്കും പാഴ്സലിയൊക്കെ ഇടുകയാണ് പുള്ളി. ഓക്കെ, स्लाइस बटर. ബട്ടർ വേണം അല്ലേ? स्लाइस बटर. ठीक है, हाफ लाइक दिस. हाँ. अब अभी इसका जो ग्रेवी है वो जो रेडी हो चुका है, तो इसमें अभी जो चिकन जो हम रेडी करके रखा है वो चिकन को अभी इसमें फिर डालेंगे. അപ്പോൾ ഇവിടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കനെ എടുത്ത് ഇതിലോട്ട് കമഴ്ത്തുകയാണ്. അപ്പോൾ ചിക്കൻ അതിൽ കിടന്ന് അങ്ങനെ അങ്ങ് തിളക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് റെഡിയായി വരണം. അപ്പോഴാണ് നമ്മുടെ ഭായി പറഞ്ഞ പുതിയൊരു ഐറ്റം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കാരണം മുട്ടയും ഒക്കെ ആയതുകൊണ്ട്, എഗ്ഗൊക്കെ ആയതുകൊണ്ട് നല്ല മണം വരുന്നുണ്ട്. സ്മെല്ല് അച്ഛാ, സ്മെൽ. യാ, ഓക്കെ ഓക്കെ. അപ്പോൾ അതിൻ്റെ ഗ്രേവി എല്ലാം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് അതിനങ്ങ് ഇതാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷെഫ് ഇതാ ഇവിടെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലേറ്റ് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റെഡി ഓക്കെയാ? ഓക്കെ. ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ബുൾസൈനൊക്കെ അടിക്കും പോലെ ചെയ്യും. ചിക്കൻ ആ ബട്ടറിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുകയാണ് കേട്ടോ. നല്ല ഫ്രൈ ആയി നിൽക്കുകയാണ്. പുള്ളി അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഓക്കെയാ?
ये मुझको खाने के लिए रेडी है किसी को भी खा सकते हैं, आप लोग टेस्ट कर सकते हैं. ഓക്കെ ഓക്കെ നമുക്ക് ഇനി അതൊന്ന് ടേസ്റ്റ് ഒന്ന് തണുക്കട്ടെ, തണുത്തിട്ട് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭൂമി രാജ് പ്രധാൻ കൂട്ടാൻ ഓർഡറിലുള്ള ഭൂമി രാജ് പ്രധാൻ അങ്ങനെ പ്രത്യേകം പറയാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ അദ്ദേഹം നമുക്ക് ഉണ്ടാക്കി തന്ന ഈ ഡിഷ് എന്താ പേര് എന്ന് പറഞ്ഞേ? ചിക്കൻ ഫ്രൈക്കൻസ്. ചിക്കൻ ഫ്രൈക്കൻസ്. ഓ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ തന്നെ അതങ്ങനെ എന്താണ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ കപ്പിയും മുള്ളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് നോക്കാം. ഇത് ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. നല്ല ബട്ടറിന്റെയും ആ ഒരു ഇട്ട ആ ഗാർലിക്ക് അതിലേക്ക് ഒരു നല്ല നല്ല ഒരു മണം ഇതിന് കിട്ടുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ്. എന്താണ് ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രത്യേക ഒരു ഡിഷ്. ഇറ്റാലിയൻ ഡിഷ്. ഓക്കെ, അപ്പോൾ ഇത് ഇറ്റാലിയൻ ഡിഷ് എന്നാണ് പറയുന്നത്. എന്റെ ഹിന്ദി എത്രത്തോളം അതെനിക്കറിയില്ല, ഹിന്ദി അത്ര വശമില്ല. കൊള്ളാം. എന്തായാലും ഡിസ്കൗണ്ടിൽ വന്നിട്ട് നമ്മളിപ്പം ഇറ്റാലിയൻ ഡിഷ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ മയനൈസ് ഉണ്ടാക്കി, ചിക്കൻ ഷവർമ ഉണ്ടാക്കി, ഇപ്പൊ നമ്മൾ ഇറ്റാലിയൻ ഡിഷ് ഇവിടെ വന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്തു. കൊള്ളാം, ഒരു വെറൈറ്റി ഡിഷാണ്. അപ്പം ഡിസ്കൗണ്ടിൽ റിസോർട്ടിൽ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ ധൈര്യമായിട്ട് പറയാം, ഇങ്ങനത്തെ ഇറ്റാലിയൻ ഡിഷൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി തരും. നല്ല ടേസ്റ്റാണ്. ഒന്നും കൂടെ അത് കട്ട് ചെയ്ത് കഴിക്കണം, എന്നാലും എൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് മനസ്സിലാവും. അയ്യോ, ഇത് കഴിക്കേണ്ട രീതിയിൽ കഴിക്കണം കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കഴിക്കേണ്ട രീതിയിൽ കഴിക്കണം. സൂപ്പർ. നമുക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി തന്ന ഭൂമിരാജ്, ഭൂട്ടാൻ ബോർഡറിലുള്ള ഭൂമിരാജിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിന്റെ റെസിപ്പി പുള്ളി ഹിന്ദിയിൽ പറഞ്ഞു, ഞാൻ അതിനെ തർജ്ജമ ചെയ്ത് മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് വീട്ടിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി അല്ലേ, ഒരു ഇറ്റാലിയൻ ഫുഡ് വീട്ടിലൊക്കെ ചെയ്ത് നോക്കുന്നത് പറയുന്നത് തന്നെ ഭയങ്കര ഒരു സംഭവമാണ്. അപ്പൊ വീട്ടിൽ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഡിസ്കൗണ്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇറ്റാലിയൻ ഫുഡ് ഇവിടെ നമ്മുടെ ചീഫ് ഷെഫും അതുപോലെ ഇദ്ദേഹവും എല്ലാം കൂടി നമുക്ക് ചെയ്തു തരും. ഇവിടുത്തെ ഡിസ്കൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഡിസ്കൗണ്ടിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടേസ്റ്റാണ്. അത് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അത്ര ഉറപ്പോടുകൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ഭൂട്ടാൻ ബോർഡറിലുള്ള സുഹൃത്തെ പറയൂ ഗുഡ് ബൈ. ഗുഡ് ബൈ.